സൂനിയെ പൊന്നൂസേ പൊന്നൂസേ പൊന്നു അതാ നമ്മള് തക്കാളി തിന്നിയ തക്കാളി നമുക്ക് നോമ്പറക്കണ്ടേ അതിനിതാ കാട ചില്ലിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അനിയേട്ടനപ്പയ്ക്ക് ഇവിടെ കുഞ്ഞൻ വലിയച്ച കുഴിമന്തി റൈസ് വേണോ പറഞ്ഞ തൊയിരം കെടുത്തിട്ട് ഏട്ടൻ കുഴിമന്തി റൈസ് വാങ്ങാൻ പോയി. കുട്ടികൾക്ക് എന്താണെന്നറിയില്ല കുഴിമന്തി റൈസിനോട് ഇത്ര താല്പര്യം. കുട്ടികൾക്ക് മാത്രമല്ല കേട്ടോ വലിയവർക്കും ഇഷ്ടമാണ്. കുട്ടികളെ പറയൽ മാത്രം എന്തിനാ നമ്മളും തിന്നും. അങ്ങനെയൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലേ സൂനിയെ? ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. എന്താണ് സുകന്യയുടെ ഒരു ഗതികേട്? പാട്ട് വെച്ചൊക്കെ ഇരുന്നോളൂ. ഓരോരുത്തർ ഫോണ് വീഡിയോ അതിൻ്റെ ഇടയിൽ കൂടെ കഷ്ണം പട്ടല് അപ്പോ എന്തൊക്കെയാണ് എന്താണ് അല്ലേ എന്താണ് എന്റെ പോ ഈ വേനൽക്കാലത്ത് നമുക്ക് വിറക് വാങ്ങിയിട്ട് കത്തിക്കേണ്ടി വരും എന്ന് പറഞ്ഞാലോ. എന്നിട്ട് ഇന്ന് അവിടെ പോയി വിറക് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഈ അടുപ്പിൽ കത്തണ പോലെ ആ അടുപ്പിലില്ലേ നല്ല വിറകുകൾ മാത്രമേ പറ്റുള്ളൂ. സ്റ്റാൻഡേർഡ് കമ്പനിയാണ് പറഞ്ഞല്ലേ. ഇതിലേത് കൂതറ വിറകും പറ്റും, വേഗം കത്തിക്കാൻ പറ്റും. ഒരു അധികം വിറകും വേണ്ട കേട്ടോ അതിന്. മറ്റേത് നല്ല അത്യാവശ്യം നല്ല വിറക് നല്ല വിറക് വേണം. അധികമല്ല ഒരു കൊള്ളി മതി, പക്ഷെ അത് നല്ലത് വേണം. ഈ പട്ടത്തണ്ടിന്റെ ആ തലപ്പ് ഭാഗല്ലേ അത് അതിൽ കൊള്ളില്ല. ഒരു ശകരം വെട്ടിപ്പൊളിച്ചിട്ട് ഇട്ട് കൊടുക്കണം. നാളെ രാവിലെ ദോശ ഉണ്ടാക്കണം. അതില് ദോശയും ചമ്മന്തിയും. ഇവിടെ ചോറ് വെച്ചോട്ടോ. നാളെ ചോറ് വെക്കണം. രാവിലെ കുട്ടികൾക്ക് കുറച്ച് തേങ്ങ ഉണ്ട് കേട്ടോ. ഇന്നലെ വീട്ടിൽ നിന്നല്ലേ കെട്ട് നിറച്ച് പോയത്. തേങ്ങ എറിഞ്ഞ് ഉടച്ചിട്ട് പോവും. അപ്പൊ അതേപോലെ തന്നെ വരുമ്പോഴും അങ്ങനെ 8 തേങ്ങ പൊട്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. പൊട്ടി ചിഹ്നം ചിതറായിട്ട്. അപ്പൊ അത് നാളെ എടുത്തിട്ട് എന്തുണ്ടാക്കണം എന്നറിയോ? ചമ്മന്തിപ്പൊടി ഉണ്ടാക്കണം. തേങ്ങയ്ക്കൊക്കെ എന്താ വില വെച്ചിട്ടാ അല്ലേ? 12 തേങ്ങ തന്നെ ഇവിടെ പൊട്ടിച്ചു അല്ലേ? അപ്പൊ ആ തേങ്ങയൊക്കെ ഉണ്ടിരിക്കണം കേട്ടോ. പിന്നെ അത് ഇറച്ചിയിലും ഇതിലൊന്നും വെക്കാൻ പറ്റില്ലല്ലോ. പിന്നെ എല്ലാവർക്കും പ്രസാദം കൊടുത്തു. അതൊക്കെ കഴിഞ്ഞു. പിന്നെ തുണികൾ തിരുമ്പിയിട്ടു. അത് അവിടെ അമ്മ പുതിയ വീട്ടിൽ മടക്കി വെക്കുന്നുണ്ട് കേട്ടോ. മടക്കി വെച്ചിട്ട് ആ റാക്കിന്റെ മുകളിൽ വെച്ച് കഴിഞ്ഞു വെച്ചാൽ ഇനി അടുത്ത പ്രാവശ്യമല്ലേ നമ്മൾ എടുക്കുള്ളൂ. അപ്പയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് ഇവിടെയൊക്കെയെന്ന് പറഞ്ഞാൽ തൊട്ടിട്ടും മുട്ടിയിട്ടൊക്കെ ശുദ്ധക്കടാവില്ലേ. അപ്പോൾ പായും ഒക്കെ പണ്ടൊക്കെ ഇങ്ങനെ ആയി കഴിഞ്ഞു വെച്ചാൽ എന്താ ചെയ്യാന്നറിയോ? അട്ടത്ത് കയറ്റി വെക്കുക. എന്നിട്ട് പിറ്റത്തെ കൊല്ലം അത് ഈ അട്ടത്ത് കയറ്റി വെക്കുമ്പല്ലേ എൻ്റെ അച്ഛൻ്റെ എത്ര മുണ്ടുകളാണ് എലി കടിച്ച് കളഞ്ഞേക്കണെന്ന് പറഞ്ഞിട്ടാ. കുറേ മുണ്ടുകൾ ചാച്ചൻ വരുന്നുണ്ട്. ഇല്ല ഗുരുസ്വാമി അട്ടത്ത് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ അറിയോ? അടുപ്പിന്റെ മേലെ. അതാണ് അട്ടം. പിന്നെ തട്ടിന്റെ മേലെയാണ് പിന്നെ നിങ്ങൾ പറഞ്ഞത്. അട്ട അറിയില്ല. നിങ്ങള് പോയില്ല വിനോദ? ഞാൻ ചില്ലി ഉണ്ടാക്കിയട. നിങ്ങൾ ഉണ്ടാക്കിയില്ലേ? ഇങ്ങോട്ട് വായോ. അതേവാ ഓടുന്നു. വിനോദ് വരണോ? വിനോദ് കാണിക്കില്ല. എല്ലാം വേണം. സൂന്യെ പൂച്ചച്ചില്ലി വേണോ? പൂച്ചച്ചില്ലി കരിമ്പൂച്ചേനെ ചില്ലി ഏട്ടനാണ് പറ്റുക. നല്ലാത്ര സൂന്യെ കരിമ്പൂച്ച തിന്നാത്ര. നാടൻ കോഴി വാങ്ങുക. അല്ലേ സുകന്യെ? നാടൻ കോഴി വാങ്ങിയിട്ട് നീട്ടി ചാറ് വെക്കണം. ആയിക്കോട്ടെ. എന്താ സൂന്യ വേണ്ട? കുമ്പളങ്ങി നാടൻ കോഴി. നാടൻ കോഴി വേണോന്ന്? വേണല്ലേ? നിങ്ങൾക്ക് വേണ്ടേ? ഞാനങ്ങനെ തിന്നില്ല. വെച്ച് കഴിഞ്ഞാലേ തിന്നുള്ളൂ. ദോശമാവ് അരച്ചേക്കട്ടെ. എന്നിട്ട് ദോശയും നാടൻ കോഴി ചങ്കരാന്തി. മറ്റേ കാശ്മീരി ചില്ലി കൊണ്ടു കിട്ടിയില്ലേ? ഓ അതാ കണ്ടോ? ഞാൻ തന്ന സ്വർണം കേടുവരുത്തരുത് ലേട്ടാ. അതെ. ഞങ്ങൾക്ക് നമുക്ക് ഇങ്ങനത്തെ സ്വർണം വാങ്ങി തരാനേ പറ്റുള്ളൂ. സ്വർണത്തിന് വില കുറവല്ലേ സൂര്യന്? ഈ സ്വർണത്തിന് മറ്റേ പോലെയാണോ? മറ്റേ സ്വർണം പോലെ അല്ലല്ലോ. ഈ സ്വർണത്തിന് വില കുറവല്ലേ? ഇതാരും എടുത്തും കൊണ്ട് പോകുന്നുള്ള പേടിയുമാണല്ലോ.
ആരും എടുത്തിട്ട് പോവില്ല. ഇന്നലെ അല്ലേ അമ്മ പോയി രാവിലെ, ഞാൻ ഇത് കഴിഞ്ഞിട്ട് പോവാന്ന് പറഞ്ഞതാ. അടി 2 മുട്ടയുടെ മഞ്ഞല്ലേ ഇവിടെ. അമ്മല്ലേ സീരിയൽ കണ്ട് ഇങ്ങനെ ഇവിടെ കിടക്കിട്ടോ. നമുക്ക് ഇനിയൊരു 9 മണി വരെ സൗണ്ടിൽ വെക്കാൻ പറ്റില്ല. എവിടെ ഇവിടെ ഇപ്പോഴല്ലേ ഇപ്പൊ 2 ഒരു കുഴപ്പമില്ല. പിന്നെ അത് മാത്രല്ല അവിടെ സെറ്റിയിൽ ഇങ്ങനെ കടന്ന സീരിയൽ കാണാം അല്ലേ. അപ്പൊ അതപ്പൊ പൂട്ടമ്മ കുറച്ച് ദിവസം ഉണ്ടാവുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ തന്നെ ഉണ്ടാവുള്ളൂ കേട്ടാ. പിന്നെ ഞങ്ങൾ ഇനി ഒന്ന് അമ്മ പോണതിൻ്റെ മുമ്പ് ഗുരുവായൂർക്കൊന്ന് പോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഗുരുവായൂർക്ക് ഒരു ദിവസം പോയി നിൽക്കണം എന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പം എല്ലാവർക്കും പാടെ പോക്ക് നടക്കണ്ടാവില്ല. എല്ലാവരും പാടെ പോയി നമ്മുടെ പപ്പു, നമ്മുടെ ചാത്തപ്പൻ. നമ്മൾ ചാത്തപ്പനൊക്കെ കണ്ട് കുറേ ദിവസമായില്ലേ. നിങ്ങൾക്ക് ബോറടിക്കില്ലേ ചാത്തപ്പനെ കാണാണ്ട്? എനിക്കെൻ്റെ ചാത്തപ്പനെ കാണാണ്ട് ബോറടിക്കുന്നുണ്ട്. ഞാൻ കുറേ ദിവസമായി ശ്രദ്ധിക്കുന്നു. ഈ മുട്ടല്ലേ ഇതിൻ്റെ മഞ്ഞ എടുത്തിട്ടേ ബുൾസൈ പോലെ ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്ക്. അല്ലെങ്കിൽ അത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അതങ്ങനെ കേട്. അമ്മ മയോണൈസ് ഉണ്ടാക്കിക്ക. അത് മുട്ട പുഴുങ്ങിട്ട് ചെയ്താൽ മതിയായിരുന്നു. അത് അവള് ഇങ്ങനെ ചെയ്ത്. ഇതാ ചന്തക്ക് പോണ സഞ്ചി. നാളെ ഇതിനെ വരുന്ന അവരടുത്ത് വാങ്ങാൻ സതിയേട്ടാ പച്ചക്കറി. ചോറ് കൊണ്ടുപോകാനോ? അതെന്തെങ്കിലും ഉണ്ടാക്കി തരാ പോരെ? മുട്ട പോരെ? ആര് അവനെയൊക്കെ വിളിക്ക. അപ്പൊ കുഞ്ഞിന് ഉച്ചയ്ക്ക് ഉറങ്ങിയില്ലേ? അതൊക്കെ അതെ, അതൊക്കെ മന്തി റൈസിന്റെ മണം കിട്ടിയാൽ ഞാൻ എണീറ്റ് വരുന്ന നോക്കാം. അതിനെന്താ അവിടെ പോയിട്ട് അവന് റെസ്റ്റ് ഒന്നും ഇല്ലല്ലോ, നടക്കുക തന്നെയല്ലേ. എല്ലാവർക്കും വെയ്യാണ്ടായി. വെയ്യാതെ ആവാതിരുന്ന അവന് മാത്രമേ ഉള്ളൂ. കിച്ചോട്ടിന് കുഴപ്പമൊന്നുമില്ല ഇത്രേ. കിച്ചു പറയണേ എനിക്ക് ഇപ്രാവശ്യം നല്ല ഇഷ്ടമായി ഇത്രേ. അതിന് ഇപ്രാവശ്യം വല്ലാണ്ട് കഷ്ടപ്പെടുത്തിയില്ല. മെല്ലെ ഉള്ള പരിപാടികളായിരുന്നു. കാരണന്മാരൊപ്പം നടക്കുകൊണ്ട് വയസ്സായവരുള്ളപ്പോൾ അങ്ങനെ തന്നെ പറ്റുള്ളൂ. മറ്റേത് നമ്മള് ചട്ടപ്പട്ടേന്ന് പാഞ്ഞ് കയ്യും കാലൊക്കെ ഒരു വഴിക്കാക്കും. ചാട്ടിയെടുത്ത് കളിക്കുന്ന. പിന്നെ ഇതാ കളി കണ്ടു. ആര് പൊന്നു എന്താണാവോ? ഇതിന്റെ പൊടിയുണ്ടോ? ഇനി പൊടി വേണോ? പൊടിയൊന്നും വേണ്ട. കരിഞ്ഞ പൊടി പോലെ വേണ്ട. അത് കളഞ്ഞു. അതിന് സുകന്യെ ഈ നോൺ വെജ് ഒക്കെ ഈ ഉണ്ടാക്കുന്ന വീഡിയോ എടുക്കണം കേട്ടോ. ഇത്ര രസം പോലെ അല്ല. എന്തോന്നും മിണ്ടാത്ത സുകന്യെ. നാളെ നിന്റെ വീട്ടിലേ ആദ്യം ഇങ്ങനെ കോഴി വറുത്ത് കഴിഞ്ഞാൽ വെളിച്ചെണ്ണയിൽ വറക്കില്ലേ? ഈ വെളിച്ചെണ്ണയിൽ വറുത്ത് കഴിഞ്ഞാൽ ഈ വെളിച്ചെണ്ണ ചോറിൽ ഒഴിച്ച് ചിക്കൻ വറുത്തിട്ട്. ഇപ്പോഴൊക്കെ വെളിച്ചെണ്ണ അതിന് ഇല്ലല്ലോ. ഇപ്പൊ കോയിലല്ലേ. വെളിച്ചെണ്ണയൊക്കെ വാങ്ങിയിട്ട് ചിക്കൻ വറുക്കാൻ നിന്നാ കുടുംബം വെളുക്കും. മണ്ണ് മാന്താണ്ട് നാളെ വരുവോ? നല്ല മാന്താൻ പറ്റുവോ? ലോറി ആരോ ഓടിക്കുക? അച്ഛ ഓടിക്കണോ? വേണ്ട. പിന്നെ ആരോ ഓടിക്കുക? എന്റെ അച്ഛൻ ഓടിക്കോ? ഇതിന്റെ വണ്ടി. അച്ഛനടുത്ത് നാളെ പണിക്ക് കൊണ്ടാറാ കേട്ടോ. മണ്ണ് മാന്താണ്ട് നാളെ പണിക്ക് കൊണ്ടാറാ കേട്ടോ. ഇന്ന് അതും കൊണ്ടില്ലേ ഫുൾ സമയം വെയിലത്തായിരുന്നു. ഇന്ന് ഫുൾ വെയിലാണ്. ഒരു പണിയെടുപ്പിക്കലായിരുന്നു. JCB പണിയെടുപ്പിക്കലായിരുന്നു. ഏതെങ്കിലും അച്ഛന് ഇഷ്ടമുള്ള പെണ്ണുങ്ങളുണ്ടെങ്കിൽ. ദേവാ അവനും പോയോ? 3 ആളും പാടെ പോയി. ദീന ഒരു പച്ചക്കറിക്കാരൻ വരുന്നുണ്ട് ചൊവ്വാഴ്ചയും. അപ്പൊ ഞാൻ പറയാ അയാളുടെ അടുത്ത് വാങ്ങിയാൽ മതി പറയാന്. പച്ചക്കറി ഇല്ലേ? എന്താ വണ്ടി കേടുവരുത്തിയോ? ശരി. എങ്ങനെയെങ്കിലും കേടുവരുത്തണം, അത്രേ വേണ്ടു കേട്ടോ. കൊറേ ദിവസമായില്ലേ നമ്മള് കുക്കിംഗ് ചെയ്തിട്ട് വീഡിയോ ചെയ്യാട്ടോ. കുക്കിംഗ് ചെയ്തിട്ട് കുറേ, നോണ ചെയ്തിട്ട് കുറേ. നമ്മള് എന്താ ഫംഗ്ഷന്റെ മുമ്പേ ചെയ്തതാണോ അല്ലേ? ഇറച്ചി തിന്നിട്ടേ കുറയില്ലേ? അതന്നെ. എനിക്കില്ലേ പച്ചമീൻ കഴിക്കാൻ തോന്നില്ല കേട്ടോ. പക്ഷെ എനിക്ക് പീട അവിടെ അപ്പുറത്ത് കൊണ്ടുവച്ചേക്കാണേ.
എനിക്ക് പച്ചമീൻ കഴിക്കാൻ തോന്നും, പക്ഷെ എനിക്ക് ഉണക്കമീൻ കഴിക്കാൻ തോന്നും. എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണക്കമീൻ കഴിക്കണം. അതെന്താണെന്ന് അറിയില്ല. അത് കഴിച്ചാലാണ് ഒരു സമാധാനമുള്ളൂ. ഇല്ലേ സു? ഉണക്കമീൻ കഴിക്കും. എല്ലാവരുടെയും നോമ്പറക്കൽ കഴിഞ്ഞു, നമ്മൾ മാത്രം വഴുകി. ഇത് ഉച്ചയ്ക്ക് കൊണ്ടുവന്നതാട്ടോ. അപ്പം ഞാൻ വൈകുന്നേരം ആവട്ടെ എന്ന് വിചാരിച്ചിട്ടേ കുഴിമന്തി വാങ്ങണോ വല്യമ്മ, കുഴിമന്തി വാങ്ങുക വല്യമ്മ, കുഴിമന്തി വാങ്ങുക പറഞ്ഞിട്ട് തൊയിരം തന്നിട്ടില്ല എനിക്ക്. അപ്പം ഞാൻ എന്നാ കുഴിമന്തി വേണമല്ല വാങ്ങാൻ പറഞ്ഞവന് ഉറങ്ങിപ്പോവുകയും ചെയ്തില്ല. അത് ഇനി എന്താ കുറച്ച് കഴിയുമ്പോഴേക്ക് നീപ്പിക്കാലോ. എന്താ എണീപ്പിച്ചോട്ടോ. ഒന്നാമത് എന്താണെന്നറിയോ, ഒന്നാമത് എന്താണെന്നറിയോ, മലയ്ക്ക് പോയി കഴിഞ്ഞ് വന്നിട്ട് കുട്ടിക്ക് ഭയങ്കര ക്ഷീണം ഉണ്ടാവേ. ഇപ്പോൾ കിച്ചൂട്ടൻ എന്നെ ഇന്ന് ഉച്ചയ്ക്ക് അന്തം വിട്ട് ഉറങ്ങിക്കണു. കിച്ചൂട്ടൻ മാത്രമല്ല കേട്ടോ, ഞങ്ങളൊക്കെ നല്ല ഉറങ്ങി. കുഞ്ഞ് വണ്ടിയിൽ കുറച്ച് ഉറങ്ങുകയൊക്കെ ചെയ്തു. എൻ്റെ പപ്പുവിനെ മാത്രം കാണാനില്ല. നിന്റെ പപ്പുവല്ല, ഇതിന്റെയാണ്. അല്ല, ഇതിന്റെയാണ്. ഇന്റെ മാത്രാണ്. വലിയച്ഛൻ ഇന്റെയാണ്. നിന്റെയാണ്. ഇന്ന് എന്റെ സുകന്യാണ്. ചിക്കൻ നിന്റെ. നമ്മടെ പൊട്ടിച്ചതേ. അച്ഛൻ ആരെയും കുഴപ്പമില്ല, ചിക്കൻ്റെ ആണ്. ഇതിലധികം എരിവിട്ടിട്ടില്ല കേട്ടോ. എന്താണെന്നറിയോ, കാട കുട്ടികൾക്ക് ഇഷ്ടമാണ്. അതുകൊണ്ട് ഇത് രണ്ടാമത്തെ കാലാണ് തിന്നണത്. അമ്മൂന് കാട വേണ്ടേ? തിന്നാൻ തന്നെയല്ലേ, തിന്നാലോ. എവിടെ കടക്ക പൊന്നൂസ് ഇലകള് ബാക്കിയുള്ളത് കൊണ്ടേ ഇന്ന് കുഴിമന്തി ഇലയിൽ കഴിക്കാം. ചിക്കൻ അങ്ങനെ തരില്ല. മെല്ലെ എണീറ്റ് പോണില്ലേ? പൊന്നൊരു സാധനം ഒരു മനുഷ്യന് കൊടുക്കില്ല. പിന്നെ അവൻ എല്ലാം കൊടുക്കും. ഞാൻ ചോദിച്ചപ്പോ അത് വന്നിട്ടില്ല. കറി മുഴുവനായിട്ടില്ലല്ലോ. എന്താണ്? ഈ ഡ്രസ്സ് കണ്ടോ? ഈ ഡ്രസ്സ് ഇതേപോലത്തെ ഡ്രസ്സും അച്ഛനും അമ്മൂനുമായിട്ടില്ലേ, നല്ല ഡ്രസ്സാട്ടോ നമ്മുടെ മക്കൾക്ക് വീട്ടിലിടാനുള്ളത്. കണ്ടോ? പക്ഷെ ഇതൊന്ന് പോക്കറ്റൊക്കെ ഉണ്ട്. ഞാൻ സുകന്യയുടെ അടുത്ത് അത് സൈസ് ഇതാവാണ്ട് ഞാൻ സുകന്യയുടെ അടുത്ത് പറയണേ, ഇനി നൈറ്റി ഇടാണ്ട് നമ്മക്കും ഇങ്ങനത്തെ വാങ്ങണെന്ന്. ഇപ്പൊ എല്ലാവരും ഞാൻ വാങ്ങിട്ടോ. എന്തിനാ ഇത് പറയണേ? ഞാൻ വാങ്ങിയിട്ടുണ്ട്. ഞാൻ വാങ്ങിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇവര് ഫസ്റ്റ് ഞാനാണ് വാങ്ങിയത്. അത് കഴിഞ്ഞിട്ട് പിന്നെ പെങ്ങക്ക് വാങ്ങിക്കൊടുത്തൊന്ന്. പിന്നെ അത് കഴിഞ്ഞ് പെങ്ങള് വാങ്ങി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ പെങ്ങളുടെ കുട്ടിക്ക് വാങ്ങി. അത് കണ്ടപ്പോൾ ഇവർക്ക് ഞാനും വാങ്ങിക്കൊടുത്തു. ഞാൻ അടി ഞാൻ ഇവിടെയൊക്കെ നല്ല വെളുത്തതാടി. ഞാൻ അതെന്താന്നറിയോ, ഞാൻ ഒരു കാര്യം പറയട്ടെ. വീട്ടില് മക്കൾക്ക് ഈ 350 380 രൂപയ്ക്ക് 2 ഡ്രസ്സ് കിട്ടും കേട്ടോ. പോളിസ്റ്റർ ആണ് എന്നുള്ള ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ. ബാക്കിയൊക്കെ നല്ലതാണ്. വേനൽക്കാലത്ത് ഇടാൻ പറ്റില്ല. അമ്മുന് ഇഷ്ടായില്ലേ മുട്ടി? ഇഷ്ടായില്ല? എവിടെ നോക്കട്ടെ കറുത്ത കളറ് അമ്മൂട്ടിക്ക്. അമ്മൂന് എന്തിനാ കറുത്ത കളർ? എന്നാ മാറ്റിക്കോ. അവൾക്ക് ഞാൻ 2 എടുത്തിട്ടുണ്ട് വേറെ. നിനക്ക് വേണോ സൂനിയെ? അത് അതിനെന്താ അമ്മൂട്ടി കറുപ്പിനഴക് പറയുന്ന പോലെ അല്ലേട്ടാ. ഓരോ കളറിനും ഓരോ ഭംഗിയാണ് അമ്മു. കൊടുക്കടി കുട്ടിക്ക്. ഇങ്ങനെ മസാല ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ചില്ലിയായിട്ടും കഴിക്കുകയൊക്കെ ചെയ്യാട്ടോ. പക്ഷെ ഞാനിത് ഇങ്ങനെ ഇഷ്ടമാണ്. ഗ്രേവി പോലെ. തക്കാളി നല്ലൊന്ന് തക്കാളി എന്താ എരിവുണ്ടോ? വെള്ളം
വെള്ളം ജില്ലിയും കൂടി തിന്നു. ഒരു പാത്രം എടുത്തിട്ട് പോയ ഒരു 5-6 കഷ്ണം എടുത്തേക്കിട്ടെ. എന്റെ കുഞ്ഞനൊക്കെ എരിവ് തീരെ തൊട്ട പാടാത്ത ആൾക്കാരാ. മതിയോ മതിയോ ഒന്ന് കുട്ടിക്ക് മടിയില്ലല്ലോ. പാപ്പുവോ ഇതോ മതിയോ മന്തിയോ പോത്തോ? എവിടെ പോത്ത്? പാത്രം പോത്ത് എന്നല്ല പാത്രം. പാത്രം ചോദിച്ചില്ലേ ഈ? അതാണേ എടുത്ത് വെച്ചോളേ ചേട്ടാ. അത് അത്ര മതി കുട്ടിക്ക്. അതിന്റെ കുഞ്ഞനും കുഞ്ഞുണ്ണിക്കാണേ. അത് ഏട്ടന്മാർക്കുള്ള കുട്ടിക്കുള്ള കുട്ടിക്കുള്ളതുണ്ട്. കുട്ടിക്കുള്ളത് വേറുണ്ട് 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 വേറുണ്ട്. ഇതിലുണ്ട് കുട്ടിക്കുള്ളതിലുണ്ട്. അവന് എന്താ വെറുതെ എന്നോട് അംഗം വെട്ടാൻ വേണ്ടി വരും. ഇപ്പൊ തരാട്ടാ അമ്മൂട്ടിക്ക്. കൊടുക്കടി കൊടുക്കടി. പക്ഷേ ഇങ്ങനെയുള്ള വലിയ പാത്രങ്ങളൊന്നും ആ അടുപ്പിൽ വെക്കാൻ പറ്റില്ല കേട്ടോ. നമുക്ക് കൂടുതൽ വെക്കണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് തന്നെ വരണല്ലേ ഏട്ടാ. പിന്നെ എന്തെങ്കിലും സ്പെഷ്യൽ ഉണ്ടാക്കുമ്പോൾ ഇവിടെ തന്നെ അധികം ഉണ്ടാക്കുക നല്ലത്. എന്താണെന്നറിയോ, നമുക്ക് 2 വീട്ടിക്കും പാടെ പോവല്ലോ. സുകന്യ ഉണ്ടാക്കുമ്പോ എന്നെ വിളിക്കില്ലേ? സുകന്യെ വിളിക്കോ? എന്താ ഏട്ടാ നിങ്ങൾ പറയുന്നത്? ഞങ്ങളെ സുകന്യെ ഞങ്ങളുടെ ഒത്തൊരുമ കണ്ടിട്ട് നിങ്ങൾക്ക് അസൂയ വരുന്നുണ്ടോ? മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞപ്പൊടി. അത് റൈസ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. നീ ഇല്ലാത്തൊരു സാധനമാണ് കേട്ടോ. കാശ്മീരി മുളക് പൊടി വാങ്ങിയതാണ്. ഇത് കുറച്ചെടുത്തേക്കിന് നാളെ മീൻകറി വെക്കുമ്പോൾ എടുക്കുക. 10 രൂപയുടെ. അനിയേട്ടൻ വേണോ ചോദിച്ചപ്പോ വേണം പറഞ്ഞതാ. നമ്മളിതിക്ക് ഉറപ്പാ അല്ലെങ്കിൽ അടി പിടിച്ച് അമ്മ ചേച്ചിയുടെ മടിയിലിരിക്കുമ്പോ അമ്മ ചേച്ചിയുടെ കുട്ടി, അച്ചു ചേച്ചിയുടെ മടിയിലിരിക്കുമ്പോ അച്ചു ചേച്ചിയുടെ കുട്ടി അല്ലേ? അണ്ട ചേച്ചി അണ്ട ചേച്ചി. നമ്മള് കുറച്ച് ചൂടുവെള്ളം തൈര് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് അപ്പയ്ക്കും പൊന്നൂസ് ഒന്ന് കുറുകട്ടയിലേട്ടാ. എവിടേക്കാ പൊന്നുവിനെ കൊണ്ട് പോണ്? കൂമന് കൊടുക്കാൻ പോവാ. ഇതിൽ ഉപ്പില്ല, ഉപ്പിട്ട് കൊടുക്കട്ടെ. എങ്ങനെയുണ്ട്? കാണാൻ രസല്ലേ? അടിപൊളി. എനിക്ക് ചിക്കൻ ഇങ്ങനെ കറി വയ്ക്കണ ഭയങ്കര ഇഷ്ടാട്ടോ. ഇങ്ങനെ വെച്ച് കഴിക്കണ ഇഷ്ടാ. ഇങ്ങനെ വെച്ച് കഴിക്കണ ഇഷ്ടമാണ് പറയാ. ചില്ലിനെക്കാട്ടിലും നല്ലതാ. നല്ല രസമല്ലേ ഇത്? ഇവിടെ നമ്മളെ ഇടയ്ക്കൊക്കെ ചിലപ്പോൾ എന്താണെന്നറിയോ, എണ്ണയൊക്കെ എന്താ ഇതുള്ള സമയത്തൊക്കെ നമ്മൾ വേഗം കറി പോലെ ഉണ്ടാക്കും. പക്ഷെ ഇങ്ങനെ ഉണ്ടാക്കുന്നതാണ് ഏട്ടനും അനിയനും ഒക്കെ ഇഷ്ടം. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഇത് പിറ്റേ ദിവസം ആവണമെന്ന് പറഞ്ഞു വെച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും അല്ലേ? മസാലയൊക്കെ നല്ല പിടിച്ചിട്ട് നല്ല രസം ഉണ്ടാവും. നാട്ടിലെ ഇപ്പോൾ നിർത്തി. അപ്പോൾ കിച്ചു ആ വലിയ ചെമ്പിൽ കുറച്ച് വെള്ളം വെക്കടാ. അടുപ്പ് തീ കത്തും. ഇതാ അതില് അച്ചുട്ടി ഇതൊക്കെ ഒന്ന് അങ്ങോട്ട് വിളിക്കോണ്ടേച്ചാ നമുക്ക് കഴിക്കാന്നിട്ട്. അപ്പൊ അതാ കുറേ കൂട്ടുകാർ പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ ഇവിടെ ചെരുപ്പിട്ടിട്ട് നടക്കണം എന്നുള്ളത്. ഇതാ കണ്ടോ, നമ്മുടെ ഇവിടെയൊക്കെ ചാണകം മെഴുകിയിട്ട് എന്തൊരു വൃത്തിയിലാന്നറിയോ കിടക്കുന്നത്. കണ്ടോ, ഇതിൻ്റെയൊക്കെ കളറും നേരത്തതിൻ്റെ കളറും വ്യത്യാസമല്ലേ അല്ലേ? ഇവിടെ മാത്രമല്ല, പുതിയ വീട്ടിൻ്റെ അവിടെയൊക്കെ എന്താ അടിച്ചു വിട്ടൊക്കെ. ആദ്യം ഇവിടെയൊക്കെ ഞാൻ ആദ്യം എന്താ ചെയ്തിരുന്നറിയോ, വെള്ളം വെക്കണതാ ഫ്രിഡ്ജിലേ. ഇവിടെ ഫുള്ളും
തുണിയും കൊണ്ട് ഇങ്ങനെ തുടച്ച് വിടുകയാണ് കേട്ടോ ചെയ്യാ. ഇപ്പൊ അതും കൊണ്ട് ഇവിടെ നല്ല സുനിയേ അവളവിടെ തോന്നുന്നു. കുഞ്ഞനെ എവിടെ ഉറങ്ങണ്? അവിടെ ഇവിടെ 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 അതാവട്ടെ. അത് വാങ്ങി അച്ചുട്ടി ഫ്രിഡ്ജിന്റെ ഉള്ളിൽ നിന്ന് മല്ലിയില എടുത്തിട്ട് വന്നാ. കുഞ്ഞിനെ ഐസിന്റെ ആവശ്യം ഏട്ടോ എന്താ ഉപ്പ് നോക്കും. ഓ അടിപൊളിയുണ്ട്. രസമുണ്ടോ? ഇതാ ഇപ്പൊ നമ്മള് ഇത് വാങ്ങുകയാണ് കേട്ടോ. കുറച്ചൊരു ചൂടുവെള്ളം ഒഴിച്ചിട്ട് കുറച്ചൊരു ഇതാക്കിയിട്ടുണ്ടേ. കണ്ടോ? ഈ ഒരു അരച്ചേർത്ത നല്ലതാണ്. അത് ഇടയ്ക്ക് ചെയ്യാറുണ്ട്, പക്ഷെ ഇന്ന് അതൊന്നും ഇല്ല. അപ്പോൾ നമ്മൾ ചിക്കനും കൊണ്ടും ഇതേപോലെ ഉണ്ടാക്കും. ബീഫില്ലേ, ഇനി ഒരു പ്രാവശ്യം ബീഫ് വാങ്ങിയിട്ട് കുറച്ച് കുറുമ ഉണ്ടാക്കും. മല്ലിയില ഇല്ല വിചാരിച്ചു കേട്ടോ. നോക്കുമ്പോൾ മല്ലിയില ഉണ്ട്. എന്തിനു വെറുതെ ഇടാതിരിക്കണല്ലേ. ഇപ്പൊ നമുക്ക് സംഭവം സെറ്റായി. ഇതാ കിച്ചു എന്നിട്ടേ വന്നിട്ട് എന്താ ചോദിക്കുന്നറിയോ? ആ ഉള്ളിയും തക്കാളി അങ്ങോട്ട് എടുത്തേക്ക് തങ്കോ, ആ ചിക്കൻ മസാല 2 തേങ്ങയ്ക്കൊക്കെ പൊന്നും വിലയാണ്. പിന്നെ അത് പിന്നെ പറയാതിരിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ വീട്ടിൽ കാണിപ്പാട്ട് ദിവസേ നമുക്ക് ഒരു പരിചയമില്ലാത്തൊരു കൂട്ടരല്ലേ നമുക്ക് ഇത് തന്നത്. ഇളനീര് അല്ലേ? എത്രയോ അവർക്ക് നമ്മളെ വീഡിയോ കണ്ടിട്ടുള്ള പരിചയമുണ്ട് കേട്ടോ. അപ്പൊ അവര് എന്താ നമ്മുടെ ഏട്ടൻ്റെ എടുക്കാൻ പോയത് എന്തോ കുരുത്തോല എടുക്കാൻ വേണ്ടി പോയപ്പോ ഇളനീരും കൂടി തന്നു. ഇളനീരും പൂവും ഒക്കെ തന്നു കേട്ടോ. പറയണ്ടേ ഒന്നും പറയണ്ട. എന്താ മേടിച്ചെത്ത കൊണ്ടേക്കോളാൻ പറഞ്ഞത്രേ. അപ്പോ ഗുരുസ്വാമിക്കൊക്കെ ഭയങ്കര സന്തോഷായില്ലേ. നമ്മള് പൂവ് എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിന്നതാണേ. കുഞ്ഞിനെ പോയി വിളിച്ചാ. അപ്പൊ നമ്മള് പൂവൊക്കെ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരുന്നാണേ. അപ്പയ്ക്കും പൂവിനൊക്കെ എന്താ ചെയ്യാന്ന് വിചാരിച്ചിരുന്ന. അപ്പൊ അതൊക്കെ നമുക്ക് കിട്ടിയിട്ടോ. അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഭയങ്കര സന്തോഷമായി. നമുക്കത് കഴിഞ്ഞിട്ട് വീഡിയോ എടുത്തില്ലല്ലോ. അവർക്ക് എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ ഒരു നന്ദിയിലേട്ടാ. എന്താ എല്ലാവരും എന്നിട്ട് അത് പറഞ്ഞു കേട്ടോ. കാരണം ഇളനീരാണോ എന്ന് വെച്ചാൽ ഞങ്ങൾ എന്താ ചെയ്യുക, തെങ്ങ് കയറാൻ ഇപ്പം ആരും ഇല്ലല്ലോ, എന്താ ചെയ്യാന്നൊക്കെ വിചാരിച്ചു. പിന്നെ വിചാരിച്ചു കടയിൽ നിന്ന് വാങ്ങേണ്ടി വരും എന്നുള്ളത്. നമ്മൾ വിചാരിക്കുന്ന പോലെ ഇല്ലല്ലോ. പുറമെ പോയിട്ട് വാങ്ങുമ്പോൾ എന്താ എത്ര ദിവസം പഴക്കമുള്ളതാണെന്നൊന്നും അറിയില്ലല്ലോ അല്ലേട്ടാ. അപ്പം എന്തായാലും ഒരുപാട് നന്ദി തന്നതിന്. അങ്ങനെ ഞങ്ങളുടെ കാണിപ്പാട്ടും കാര്യങ്ങളൊക്കെ നന്നായി പോയിട്ടോ. എല്ലാ കാര്യങ്ങളും നന്നായി. ഇനി ഞങ്ങൾ കഴിച്ചിട്ട് ഞങ്ങളുടെ നോമ്പും കൂടി ഇറക്കട്ടെ. കുഞ്ഞവാ കുട്ടി അവിടെ പോയിരുന്നു. അപ്പോഴേക്ക് ഉറങ്ങാനുണ്ടോ കുട്ടി? ഇവിടെ പോയിരുന്നോ കുട്ടി? കഴിച്ചിട്ട് പോയി കിടന്നോ? കുഞ്ഞുണ്ണിക്കുന്ന കൊടുക്കൂ. കുഞ്ഞുണ്ണിക്ക് ആ ഇതെന്താ കുട്ടി എന്താ ആ മൂലക്ക് എത്തിയപ്പോഴേക്ക്? അതിന് വറുത്തതുണ്ടല്ലോ സുകന്യെടുക്കത്. വറുത്തിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടല്ലോ. വറുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. വേടിച്ചതല്ല, ഞാൻ ചില്ലി ഉണ്ടാക്കിയിട്ട് വെച്ചിട്ടുണ്ട് അവിടെ. പൊന്നാരി എന്താ ചിന്നണ്? പൊന്നേ എന്താ ചിന്നോ നോക്കിയേക്കാ. കഴിച്ചോക്ക്. അത് എരിവില്ലാത്ത എരിവില്ലാത്തതാണ്. ഇതിന്റെ കളർ കണ്ടറിയില്ലേ നിങ്ങൾക്ക്? ഇത് എരിവില്ല എന്നുള്ളത് നിനക്ക് തരാം. അമ്മൂട്ടി ഇതെടുക്കേ. അമ്മക്ക് തട്ടേതാ. സുഖനെ ഇരുന്ന് കഴിച്ചോ. സുഖൻ ഇങ്ങനെ വടി വിഴുങ്ങിയത് പോലെ ഇരിക്കണ അവിടെ ഇരിക്കി. അതാ ഓടിയപ്പോ അവള് ഒരു കൊണ്ടുവന്നോ വെള്ളം കൊണ്ടുവന്ന് വെച്ചില്ലേ? ഒറ്റ ഇരുത്തം എന്റെ വീടിന്റെ കുട്ടിച്ച്. അതല്ലാത്ര എന്താ വേണ്ട? അത് ഇവിടെ ഉണ്ട്. അതിനാണ് അതിനെവിടെ അത് എല്ലാവരും എടുത്തില്ലേ? അത് തായോ കുഞ്ഞവാ തായോ എവിടെ? അത് വേണ്ടാന്ന്. അത് കഴിച്ചോട്ടെ അമ്മോ. എന്താ കഴിച്ചോട്ടെ? സാധനണ്ടല്ലോ, മയോണൈസ് തന്നെ അല്ലേ, വേറെ ഒന്നല്ലല്ലോ. അപ്പോ ഞങ്ങള് കഴിക്കട്ടെ. ഞങ്ങള് കഴിച്ചിട്ട് കാണാം. അപ്പൊ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ആയിട്ട് നാളെ കാണാം.
എങ്ങനെയുണ്ട് ചിക്കൻ അല്ല കാട് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട് പറയില്ലല്ലോ. ഇതാ കുട്ടിക്കിതാ നല്ല ടേസ്റ്റ് ഉണ്ടോ? അമ്മ കഴിച്ചില്ലേ? അച്ചു ഇഷ്ടായോ? അപ്പൊ ഞങ്ങളും കഴിക്കട്ടെ വാസു.